കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ് മിസ് ഇത് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഓരോ ചാപ്റ്റേഴ്സ് ആയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റർ കൂടുതൽ നേരം, ഇഷ്ടമില്ലാത്ത ചാപ്റ്റർ കുറച്ച് നേരം, അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഫുൾ A+ എന്ന് പറയുന്ന ഡ്രീം അവിടെ തകരാൻ അത് മതി അല്ലേ. അപ്പോൾ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് മനസ്സിലാക്കി തന്നെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ ഒരു SSLC എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് അടിപൊളിയായിട്ട് കൊണ്ടുപോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി അല്ലെങ്കിൽ ഇനി എന്താണ് നിങ്ങൾക്ക് അടുത്തായിട്ട് വേണ്ടതെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പം ഈ ഒരു വെയിറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യലായിട്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് റിലീസ് ആയിട്ടുള്ള വെയിറ്റേജ് അല്ല. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പല സബ്ജക്ട്സിലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബയോളജിയിലൊക്കെ ആണെങ്കിൽ 3 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു വെയിറ്റേജ് ആണ് ഈ ഒരു വീഡിയോയിൽ മിസ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് എൻ്റെ കുട്ടികൾ മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. കാരണം ഇപ്പോൾ ഫുൾ A+ നിങ്ങൾക്ക് കിട്ടി, നിങ്ങളുടെ ഫ്രണ്ട്സിനും കിട്ടിക്കഴിഞ്ഞാൽ അത് ഇരട്ടി സന്തോഷമല്ലേ. അപ്പോൾ ആ ഒരു കാര്യം അവരിൽ എല്ലാവരിലേക്കും എത്തിക്കാം. സോ ആദ്യം തന്നെ നമ്മുടെ ബയോളജിയുടെ വെയിറ്റേജ് വെച്ച് തന്നെ തുടങ്ങാം. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ്, 6 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ ജെനറ്റിക്സ് ഓഫ് ലൈഫിൽ നിങ്ങൾക്ക് ഏകദേശം 12 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്. അതായത് 22% ആണ് അവിടുത്തെ വെയിറ്റേജ്. ആൻഡ് പാർട്സ് ഓഫ് എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ 7 മാർക്കിൻ്റെയാണ് നമ്മുടെ സാമ്പിൾ പേപ്പേഴ്സ് അനലൈസ് ചെയ്തപ്പോൾ വന്നിട്ടുള്ളത്. ഇനി ബിഹൈൻഡ് സെൻസേഷൻ നോക്കുകയാണെങ്കിൽ 14 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. ആൻഡ് കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസത്തിന് 5 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയറിന് നിങ്ങൾക്ക് 9 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ബയോളജി ആൻഡ് ടെക്നോളജി നോക്കുകയാണെങ്കിൽ 6 മാർക്സിൻ്റെയാണ്. മക്കളെ മിസ് വീണ്ടും പറയുന്നു, ഒഫീഷ്യൽ ആയിട്ടുള്ള വെയിറ്റേജ് അല്ല. അത് വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നുണ്ടാകും. ഇത് സാമ്പിൾ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു വെയിറ്റേജ് ആണ്. അപ്പം ഈ ഒരു മോഡൽ ഏകദേശം, അതായത് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഗവൺമെൻറ് റിലീസ് ചെയ്തതിന് എന്തിനാണ്, ആ ഒരു ബേസിലായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ബേസിസിലുള്ള വെയിറ്റേജ് ആണ്. അപ്പോൾ അത് പ്രത്യേകം കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നോക്കാം. ഇനി നമ്മുടെ കെമിസ്ട്രിയുടെ നോക്കുകയാണെങ്കിൽ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം 9 മാർക്ക്. സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾക്ക് 7 മാർക്ക്. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 8 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആൻഡ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്സ് 7 മാർക്കിനുള്ളത്. ഇലക്ട്രോ കെമിസ്ട്രി 7 മാർക്ക്. മെറ്റൽസ് 8 മാർക്ക്. ആൻഡ് സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് 9 മാർക്ക്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബയോളജിയുടെ പോലെ, ഇപ്പോൾ ബയോളജിയിൽ നോക്കുകയാണെങ്കിൽ 1, 12, 14, പിന്നെ 7, 5 അങ്ങനെ നല്ല അത്യാവശ്യം ഡിഫറൻസസിലുള്ള മാർക്സാണ് വന്നിട്ടുള്ളതെങ്കിൽ കെമിസ്ട്രിയിലെ എല്ലാ ചാപ്റ്റേഴ്സും തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. 9, 7, 8 വിട്ടിട്ട് ആരും താഴെ പോയിട്ടില്ല. അപ്പോൾ കെമിസ്ട്രിയിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, ഒന്നും സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. ഇനി നമ്മൾ അടുത്തത് നമ്മുടെ ഫിസിക്സ് നോക്കുകയാണെങ്കിൽ ആ ഒരു റേഞ്ച് തന്നെയാണ് ഏകദേശം കാണുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സിന് 7 മാർക്സ്, ലെൻസസിൽ 6 മാർക്സ്, വേൾഡ് ഓഫ് കളർ ആൻഡ് വിഷന് 7 മാർക്ക്, മാഗ്നറ്റിക് എഫക്ട്സ് ആൻഡ് ഇലക്ട്രിക് കറന്റിന് 7 മാർക്ക്, ഇലക്ട്രിക്കൽ എനർജിന് 6 മാർക്ക്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന് 8 മാർക്ക്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിട്ടുള്ള ഈ ചാപ്റ്ററിനാണ് കേട്ടോ. ഇനി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷന് 4 മാർക്സ്. അപ്പം വലിയ വേരിയേഷൻ കാണിച്ചിട്ടില്ല, എക്സെപ്റ്റ് ലാസ്റ്റ് ചാപ്റ്റർ. അതിൽ മാത്രമാണ് വളരെ കുറവ് മാർക്സ് വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ അത്യാവശ്യം ഏകദേശം സെയിം റേഞ്ചിലാണ് വരുന്നത്. ആൻഡ് മാത്സിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8, 7, 5, 6 ആ റേഞ്ചിൽ തന്നെയാണ്. അരിത്തമെറ്റിക് സീക്വൻസ് 8 മാർക്സ്. അപ്പോൾ 8 മാർക്സിന് വന്നിട്ടുള്ളത് മിസ് ഇവിടെ അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് ട്രിഗ്നോമെട്രി ആണ് 8 മാർക്കിന് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് അടുത്ത കുറവ് മാർക്സ് വന്നിട്ടുള്ളത് 7 മാർക്കിൻ്റെ നമുക്ക് 2 ചാപ്റ്റേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ. സർക്കിൾസ് ആൻഡ് ആംഗിൾസും അതുപോലെ തന്നെ സോളിഡ്സും നിങ്ങൾക്ക് 7 മാർക്കിനാണ് വന്നിട്ടുള്ളത്. പിന്നെ 6 മാർക്സിൻ്റെ ചാപ്റ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര നിങ്ങൾക്ക് എത്രയാണ്, 6 മാർക്സിനാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ 6 മാർക്കാണ്, ടാൻജൻസ് 6 മാർക്കാണ്, സർക്കിൾസ് ആൻഡ് ലൈൻസ് 6 മാർക്കാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് 6 മാർക്സാണ്. ബാക്കിയെല്ലാം തന്നെ 5 മാർക്കാണ്. അതായത് ഇതും വലിയ വേരിയേഷൻ കാണിക്കാതെ 7, 6, 5 എന്ന് പറയുന്ന റേഞ്ചാണ് പിടിച്ചിട്ടുള്ളത്. ഇനി സോഷ്യൽ സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ചാപ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉള്ളത്. അപ്പോൾ ഇതെൻ്റെ കുട്ടികളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിന് നിങ്ങൾക്ക് 4 മാർക്സ് ഹ്യൂമാനിസത്തിൽ, പിന്നെ ലിബർട്ടി ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റിയിൽ 5 മാർക്സ്. ആൻഡ് ഇത് എല്ലാത്തിലും നിങ്ങൾ നോക്കിയാൽ 5-ലുണ്ട്, 6-ലുണ്ട്, 7-ലുണ്ട്, 4-ലുണ്ട്, ഈവൻ 3 മാർക്സിൻ്റെ വരെയുണ്ട്. അപ്പോൾ ഇതെൻ്റെ കുട്ടികൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ആൻഡ് മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും പറയുന്നു, ഒഫീഷ്യൽ വെയിറ്റേജ് അല്ല, പക്ഷേ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടുള്ളൊരു വെയിറ്റേജ് ആണ്. സോ വെരി ഇമ്പോർട്ടൻറ്റ്, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതേപോലത്തെ എന്ത് യൂസ്ഫുൾ ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. താങ്ക് യു.